ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തകരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായൊരു ലക്ഷ്യസ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെ നോക്കിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കാറ്റും കോളും എന്തും വന്നാൽ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ദിവസം ഇങ്ങോട്ട് പോയേക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധിയാണ്, വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരും. പിന്നെ ആലോചിക്കും ഇനി എങ്ങോട്ട് പോകണം, അപ്പോൾ ഇങ്ങോട്ട് പോയേക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ അവിടെ കുറച്ച് പോയി കഴിയുമ്പോൾ അവിടെ വേറൊരു പ്രതിസന്ധി കാണും, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരും. എന്നാൽ നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം, ഞാൻ എത്തേണ്ടത് ഇന്നിടത്താണ്, എനിക്ക് എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന കാലം മുതൽ വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സഞ്ചാരം എന്ന ലക്ഷ്യം. 2, ടെലിവിഷൻ ചാനൽ എന്ന സുപ്രധാനമായ ലക്ഷ്യം. സഞ്ചാരം പോലും അതിനു വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിരുന്നു. സഫാരി എന്നൊരു ചാനൽ ആരംഭിക്കുക, സഫാരി എന്ന പേരൊന്നും ഞാൻ മനസ്സിൽ കരുതിയിരുന്നില്ലെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ എങ്ങനെയും ഞാൻ ആരംഭിച്ചിരിക്കും എന്ന ലക്ഷ്യമാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും ജീവിതത്തിൽ ഏതൊക്കെ തിരിച്ചടി ഉണ്ടായപ്പോഴും അതിനെയൊക്കെ മറികടന്ന് ഞാൻ മുന്നോട്ട് പോകാനും ശ്രമിക്കാൻ കാരണം.